നമസ്കാരം. വാസ്തുശാസ്ത്രം എപ്പിസോഡിലേക്ക്. കഴിഞ്ഞ എപ്പിസോഡിലെ കമൻറ്റ് ബോക്സിൽ ഒരു സംശയം ഉണ്ടായിരിക്കുന്നു. ഈ ധ്വജയോനി കിഴക്ക് ദർശനം വീടുകൾക്കാണോ എന്ന്. അതിനെപ്പറ്റി ആ സംശയം തീർക്കുകയാണ് ഈ എപ്പിസോഡിൻ്റെ ലക്ഷ്യം. യോനി എന്ന് പറഞ്ഞാൽ എന്താണ്? ചുറ്റളവിൽ നിന്ന്, വീടിൻ്റെ ചുറ്റളവിൽ നിന്ന് ഉദയം കൊള്ളുന്ന പ്രാണൻ, വീടിൻ്റെ പ്രാണൻ എന്ന് പറയും യോനിയെ. ചുറ്റളവ് കൃത്യമായിരിക്കണം. ഓരോ ദിക്കിനും ദർശനമായ വീടുകൾക്ക് ഓരോ യോനി പേര് പറഞ്ഞിട്ടുണ്ട്, യോനി സംഖ്യയും പറഞ്ഞിട്ടുണ്ട്. ഇത് വീട് എന്ന് വിചാരിക്കുക. വീടിൻ്റെ കിഴക്ക് വശം ഈസ്റ്റ് ഇതാണ്, പടിഞ്ഞാറ് ഇതാണ് വെസ്റ്റ്, സൗത്ത് ഇതാണ്, നോർത്ത് ഇതാണ്. എങ്ങനെ വെക്കുക? വീടല്ല, ഇത് വസ്തു ആണെന്ന് കരുതുക, പുരയിടം ആണെന്ന് കരുതുക. ഇവിടെ കിഴക്ക് ഭാഗത്തിന് ശ്രദ്ധിച്ച് കേൾക്കണം, തെറ്റിപ്പോകും ചിലപ്പോൾ. കിഴക്ക് ഭാഗത്തിന് 1-ാം നമ്പർ കൊടുത്തിട്ടുണ്ട്, അത് ധ്വജയോനി. അടുത്ത് ഈ മൂലക്ക് നമ്മളത് ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. അടുത്ത് തെക്ക് 3-ാം നമ്പരാണ്. കാരണം 1, ഈ മുക്ക് 2 വന്നതുകൊണ്ട്, ഈ മൂല കോൺ ദിശ 2 വന്നതുകൊണ്ട് ഇത് 3. 8 ദിക്കുകളിൽ ഇത് 3-ാമത്തെ സൗത്ത്. ഇതിന് സിംഹയോനി എന്നാ പേര്, 3-ാം നമ്പർ എന്നും പറയും. അപ്പോൾ പടിഞ്ഞാറ് വശത്തിന് വരുന്ന ഇതിന് വൃഷഭയോനി എന്ന് പറയും. യോനി സംഖ്യ 5, വൃഷഭയോനി. അടുത്ത് വടക്ക് വശത്ത് വരുന്ന ചുറ്റളവിൻ അത് ഗജയോനി എന്ന് പറയും. സംഖ്യ 7. ഇത്രയും മനസ്സിലാക്കി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ കിഴക്ക് ദർശനം വീടിനാണോ ഗജയോനി സ്വീകരിക്കേണ്ടത് എന്നൊരു സംശയമാണ്. അല്ല, ധ്വജയോനി സ്വീകരിക്കേണ്ടത് എന്ന ഒരു സംശയമാണ്. അല്ല, ധ്വജയോനിയാണ് കിഴക്കിന് പറഞ്ഞിട്ടുള്ളത്. അത് ഇക്കാര്യം, ഞാനിനി പറയുന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിന് കിഴക്കിനി കിഴക്ക് വസ്തുവിൻ്റെ കിഴക്ക് വീട് വരുന്നതിന്, ഒരു വസ്തു ഇങ്ങനെ കിടക്കുകയാണ് പുരയിടം, അതിൻ്റെ കിഴക്ക് ഭാഗത്ത് വീട് വരുന്നതിനെയാണ് കിഴക്കിനി എന്ന് പറയുക. അത് കിഴക്കോട്ടല്ല ദർശനം വരിക, പടിഞ്ഞാറോട്ടാണ് ദർശനം വരിക. ശ്രദ്ധിക്കുക, കിഴക്കിനിയുടെ ദർശനം പടിഞ്ഞാറോട്ടാണ്. പുരയിടത്തിൻ്റെ കിഴക്ക് വീടിരിക്കുന്നത് കൊണ്ടാണ് കിഴക്കിനി എന്ന് പറയുക. അപ്പം നമ്മളൊരു കാര്യം മനസ്സിലാക്കുന്നു, പടിഞ്ഞാറ് ദർശനം വീടിന് സ്വീകരിക്കേണ്ട ചുറ്റളവാണ് ധ്വജയോനി. പരിപാടി തീർന്നു അവിടെ വെച്ച്. അതുപോലെ തന്നെ ഈ തെക്ക് വീടിരിക്കുകയും പുരയിടത്തിൻ്റെ തെക്ക് വീടിരിക്കുന്നതിന് തെക്കിനി എന്ന് പറയും. പക്ഷേ തെക്കിനിയുടെ ദർശനം തെക്കോട്ടല്ല, തെക്കിനിയുടെ ദർശനം വടക്കോട്ടാണ്. അപ്പോൾ വടക്കോട്ട് ദർശനമായിരിക്കുന്ന വീടിന് പറ്റിയ ചുറ്റളവ് സിംഹയോനി എന്ന് പറയും. അതുപോലെ തന്നെ നമ്മൾ പുരയിടത്തിൻ്റെ പടിഞ്ഞാറ് വീടിരിക്കുകയും കിഴക്ക് ദർശനമായി വരുന്ന വീടുകൾക്കാണ് വൃഷഭയോനി എന്ന് പറയുക. അതുപോലെ തന്നെ വടക്ക് വീടിരിക്കുകയും തെക്കോട്ട് ദർശനമായിരിക്കുകയും ചെയ്യുന്ന വീടിന് കൊടുക്കേണ്ട ചുറ്റളവാണ് ഗജയോനിയിലെ ചുറ്റളവ്, അല്ലെങ്കിൽ 7-ാം നമ്പർ ചുറ്റളവ്. മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇനി മറ്റൊരു സംഗതി കൂടെ ഞാൻ പ്രത്യേകം പറയാം. ഈ കിഴക്ക് ദർശനമായിരിക്കുന്ന പടിഞ്ഞാറ്റിനി എന്ന് പറഞ്ഞാൽ കിഴക്ക് ദർശനമായിട്ടിരിക്കുന്ന വീടാണ്. അതിന് ഈ ബാക്കി 3 ചുറ്റളവുകളും ഈ കിഴക്ക് ദർശനം വീടിന് ഈ വൃഷഭയോനി അടക്കം സ്വീകരിക്കാം എന്നുള്ളതാണ് നിയമം. അതുപോലെ തന്നെ
കിഴക്കിനൊക്കെ വിധിക്കപ്പെട്ട ചുറ്റളവായ ധ്വജയോനി, അതായത് പടിഞ്ഞാറ് ദർശനം വീടിന് വിധിക്കപ്പെട്ട ധ്വജയോനി ചുറ്റളവ്, ആ പടിഞ്ഞാറ് ദർശനം വീടിന് മാത്രമേ എടുക്കാവൂ. ബാക്കി ദർശനം വീടുകൾക്ക് അത് ആപ്ലിക്കബിൾ അല്ല. അപ്പോൾ ഈ ചുറ്റളവ് എങ്ങനെയൊക്കെയാണ് ക്രമപ്പെടുത്തുന്നതിനെ പറ്റി ഉള്ള വീഡിയോ വിശദമായി ഞാൻ ഇടുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക. നന്ദി.